ഗൈസ്, നമുക്ക് ഇന്നൊരു കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നൊരു വ്ളോഗ് ഉണ്ടല്ലോ. കറങ്ങിത്തിരിഞ്ഞ് നടക്കും എല്ലായിട്ടും. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യമൊക്കെ ഉണ്ട്. ആദ്യം ഞങ്ങൾ ചേട്ടൻ യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി. ചേട്ടൻ കമ്പനി ഇട്ടുകൊണ്ട് നടക്കുന്ന യൂണിഫോമിൽ കറ പറ്റി. അപ്പോൾ വേറൊരു യൂണിഫോം പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ അവിടെ ആ കറക്റ്റ് ഇതിലുള്ള യൂണിഫോം അവിടെ ഇല്ലായിരുന്നു. ആ തുണി അവിടെ ഇല്ലായിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി SM-ലോട്ട് പോയി. SM പോയിട്ട് അവിടെ ഞങ്ങൾക്ക് വിഷുവൊക്കെ വരില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് തുണിയൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടുന്ന് തുണിയൊക്കെ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴ. അതിൻ്റെ ദൈവം ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. ഞങ്ങൾക്ക് ആ സ്മാർട്ട് ബസാറിൽ കയറിയിട്ട് കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ നാളെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മഴയൊക്കെ ഒന്ന് തോർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ കിങ് ഫുഡിലോട്ട് കയറി. അങ്ങനെ ഞാൻ മന്തിയും പിന്നെ അവൻ കുറേ സാധനം ഓർഡർ ചെയ്തു. അവൻ ഏതാണ്ട് പൊറോട്ടയും ഫ്രൈഡ് ചിക്കനും ഒക്കെ ഇതെല്ലാം ഓർഡർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു കഴിച്ചില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് എണ്ണിക്കത്തില്ലെന്ന്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറേ പൊട്ടത്തരമൊക്കെ ഇരുന്ന് കാണിക്കും. എൻ്റെ മന്തി വന്നിട്ടും അവൻ്റെ ഫുഡ് ഇതുവരെ വന്നില്ല. പിന്നെ അവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ കുറേ നേരം കുറച്ചിരുന്ന് കഴിച്ചപ്പോഴത്തേനും അവൻ്റെ ഫുഡ് വന്നു. അവൻ്റെ പൊറോട്ടയും ചില്ലി ബീഫും ഒക്കെ വന്നു. അതും കഴിഞ്ഞ് ഞാൻ ഓർക്കും ഇവൻ ഈ പൊറോട്ടയും കഴിച്ച് ഫ്രൈഡ് ചിക്കനും കഴിച്ചിട്ട് ഇവൻ എങ്ങനെ കുത്തിയിരുന്ന് കഴിച്ചു. എന്നെ പേടിച്ചിട്ടാണ് ഈ കഴിക്കുന്ന തരത്തിൽ. ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ഇരുന്ന് കഴിച്ചിട്ട് എണ്ണിച്ചാൽ മതിയെന്ന്. കാര്യം ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ കഴിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെന്നെ ഞെട്ടിച്ചു. അവൻ അവിടെ നിന്ന് മുഴുവൻ കഴിച്ചു. എന്നിട്ടൊരു മൊജീറ്റോയും കുടിച്ച്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കിച്ചുവിന് വാങ്ങിച്ച തുണി എനിക്ക് ഒന്ന് ഇട്ട് നോക്കണമായിരുന്നു. കാര്യം കിച്ചുവിനെ കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ കിച്ചുവിന് വാങ്ങിച്ച തുണി 2-3-4 തുണി വാങ്ങിച്ചു. അവന് കുറച്ച് പാൻറ്റും കുറച്ച് ഷർട്ടും ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ കയറി കിടന്നുറങ്ങി.